ഹൈ പെർഫോമൻസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എങ്ങനെ ഹൈ പെർഫോമർ ആകാമെന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പോഡ്കാസ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പോഡ്കാസ്റ്റിൻ്റെ ഭാഗമായി ജീവിതത്തിൻ്റെ പല മേഖലകളിൽ വലിയ വിജയം കൈവരിച്ച വ്യക്തിത്വങ്ങളെ നാം പരിചയപ്പെടുത്താറുണ്ട്. ഇന്ന് ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്, കാരണം വളരെയധികം അറിയപ്പെടുന്നതും ഒപ്പം തന്നെ ഹൈ പെർഫോമറുമായിട്ടുള്ള ഒരു ഓൺട്രപ്രണറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വിദ്യാഭ്യാസ സ്ഥാപനമായ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ചെയർമാനും മൗറീഷ്യസ് ടു ഇന്ത്യ ട്രേഡ് കമ്മീഷണറുമായ ഡോക്ടർ അഡ്വക്കേറ്റ് പി കൃഷ്ണദാസാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. ഞാൻ 2008 നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് ഒരു പരസ്യം കാണുന്നത്. കേരളത്തിൽ ആദ്യമായി സ്വന്തമായി വിമാനങ്ങളുള്ള ഒരു സ്ഥാപനം. പിന്നീട് ഞാൻ ഈ ഒറ്റപ്പാലം ഗ്രാമത്തിലെത്തിയപ്പോൾ ഇവിടെ റോഡുകൾ കീഴടക്കിയിരിക്കുന്ന ബസ്സുകൾ, ഏകദേശം 70 അതിൽ കൂടുതലോ ബസ്സുകളുള്ള ഒരു സ്ഥാപനം. പിന്നീട് ഞാൻ ചില എക്സ്പേർട്സിൽ നിന്ന് മനസ്സിലാക്കി ഒരു ഗ്രാമത്തിൽ വേൾഡ് ക്ലാസ് ഇൻഫ്രാസ്ട്രക്ചർ ബിൽഡ് ചെയ്ത ഒരു വിഷണറി. നമ്മൾ നോക്കുമ്പോൾ വിജയം എന്ന് പറയുന്നത് സക്സസ്, ഒരാൾ വലിയ സക്സസ് ആയിട്ടുള്ള ആളാണ്, പക്ഷേ അതിൻ്റെ പിന്നിൽ പല കഥകളുണ്ടാവും. ആ ആദ്യ ബ്രിക്ക് എന്താണ്? ആദ്യമായിട്ട് ഇതിൻ്റെ ബ്രിക്ക് എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം 2002 1-2 കാലഘട്ടത്തിൽ കേരളത്തിൽ സ്വാശ്രയ വിദ്യാഭ്യാസം തുടങ്ങാൻ ഉള്ള തീരുമാനം സംസ്ഥാന സർക്കാർ എടുത്തപ്പോൾ അതിൽ ആദ്യത്തെ പ്ലേയേഴ്സ് എന്ന് നൽകി നമ്മളും അതിനകത്ത് ഭാഗമായി. അങ്ങനെ തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിലെ ആദ്യത്തെ കോളേജ്. അത് തൃശ്ശൂർ ജില്ലയിൽ പാമ്പാടി തിരുവില്ലാമലയിൽ നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് റിസർച്ച് സെൻറ്ററും പിന്നീട് 2003 നെഹ്റു കോളേജ് ഓഫ് ഫാർമസിയും ആരംഭിച്ചുകൊണ്ടാണ് ഇതിന് ഒരു യാത്ര തുടങ്ങുന്നത്. ഇതിന് പരിപൂർണമായി ഇതിൻ്റെ കാര്യങ്ങളും ചെയ്തതും അതിനുള്ള പ്രചോദനം നൽകിയതും വഴികാട്ടിയായതുമെല്ലാം എൻ്റെ പിതാവ് ശ്രീ പി കെ ദാസാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ ഫൗണ്ടർ. അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണത്തോടെയുള്ള ആ ഒരു കാൽവെപ്പ് അതിന് കൂടെ നിന്ന് സഹായിച്ചു എന്നതാണ് എന്നെപ്പോലെയുള്ള അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിഞ്ഞ കാര്യം. അതിൻ്റെ തുടക്കം പിന്നീട് അങ്ങോട്ടുള്ള യാത്രയിൽ 2008-2009 ആവുമ്പോഴേക്കും തിരുവില്ലാമല വിട്ട് പാലക്കാട് ജില്ലയിൽ ലക്കിടിയിലൊരു കോളേജ്, അതും പ്രത്യേകിച്ച് നേരത്തെ ഈ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എയറോനോട്ടിക്കലിന് പ്രാമുഖ്യമുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനം എഞ്ചിനീയറിംഗിൽ തുടങ്ങണമെന്ന് അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു. കാരണം അദ്ദേഹം എയർഫോഴ്സിൽ നിന്ന് 8 വർഷത്തെ സർവീസ് കഴിഞ്ഞ് ഒരു ഓഫീസറായി പുറത്തിറങ്ങി അങ്ങനെ ജീവിതം ഒരു വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി ഒരു ടീച്ചറായി ജീവിതം ആരംഭിച്ച വ്യക്തിത്വമാണ്. അപ്പോൾ ആ 1968 പുറത്ത് വന്നിട്ട് പിന്നീട് കോയമ്പത്തൂർ എന്ന സ്ഥലത്ത് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഇന്ത്യയിലെ ആദ്യത്തെ എയറോനോട്ടിക്സ് വിദ്യാഭ്യാസ സ്ഥാപനമായ നെഹ്റു കോളേജ് ഓഫ് എയറോനോട്ടിക്സ് ആൻഡ് അപ്ലൈഡ് സയൻസ് ആരംഭിക്കുകയും അതിന് ഒഫീഷ്യലി ഇന്ത്യയിലെ 7 സ്ഥാപനങ്ങളിൽ ഒന്നായി 1984 ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അംഗീകാരം നൽകുകയും ചെയ്ത AME നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പിന്നീട് അങ്ങോട്ട് വിവിധ സ്ഥാപനങ്ങൾ തമിഴ്നാട്ടിലും തുടങ്ങി, 2002 കേരളത്തിൽ തുടങ്ങി, 2008 ഇങ്ങനെ ഈ ലക്കിടി പോലെയുള്ളൊരു സ്ഥലത്ത് എയറോനോട്ടിക്കൽ വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടത്തി. 2008 അവസാനത്തോടുകൂടി 9 അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. പിന്നീട് നിർഭാഗ്യവശാൽ അദ്ദേഹം 2009 അച്ഛൻ മരിച്ചു പോവുകയാണ്. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര വളരെ കഠിനമുള്ളതായിരുന്നു. കാരണം ആ കാലഘട്ടത്തിൽ വിദ്യാഭ്യാസ മേഖല എന്നല്ല, മൊത്തത്തിൽ കേരളത്തിൽ ഒരു സ്ഥാപനം കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരം പിടിച്ച ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. ആ ഒരു ദൗത്യം ഏറ്റെടുത്ത് ഒരുപാട് തിരിച്ചടികൾ നേരിട്ട് ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുമ്പോഴും പുതിയ പുതിയ ചലഞ്ചുകൾ നേരിട്ട് അങ്ങനെ ഓരോന്നും വളരെ കൃത്യമായി ചെയ്ത് ഈ 2026 എത്തി നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലുമായി 26 സ്ഥാപനങ്ങളും 10-25,000 വിദ്യാർത്ഥികളും പഠിക്കുന്ന ഒരു വലിയ വിദ്യാഭ്യാസ ശൃംഖലയായി മാറി. അതുമാത്രമല്ല 2005 ഈ പുതിയൊരു യൂണിവേഴ്സിറ്റി പി കെ ദാസ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി ആരംഭിക്കുവാനും അതിന് സെൻട്രൽ ഗവൺമെൻറ്റും UGCയും അംഗീകാരം നൽകുവാനും അങ്ങനെ ഒരു അവസരം കൂടി ഉണ്ടായപ്പോൾ ഇത് അതിൻ്റെ പരിപൂർണതയിലെത്തി എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. അത് ആരംഭിച്ചു, അതിൻ്റെ LOI കിട്ടി, പിന്നീടുള്ള പ്രവർത്തനങ്ങൾ നിന്നിരിക്കുക. കാരണം ഗവൺമെൻറ്റിൻ്റെ പോളിസിയുമായി ബന്ധപ്പെട്ട മാറ്റർ ആവുന്നത് കൊണ്ട് ഇനി അടുത്ത ഏതാനും മാസങ്ങൾക്കകം ഒരു പക്ഷേ അത് യാഥാർത്ഥ്യമാകും. ഇതാണ് ഇന്ന് നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒരു യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് കേരളം പോലെയുള്ള സംസ്ഥാനത്ത്, അതിപ്പോൾ വിദ്യാഭ്യാസ മേഖല എന്നല്ല, ബിസിനസ് രംഗത്തായാലും മറ്റ് മേഖലകളിലായാലും വളരെയധികം ബുദ്ധിമുട്ടി മാത്രമാണ് ഓരോ കാര്യങ്ങളും ചെയ്യാൻ കഴിയുക.
ചെറിയ മാറ്റങ്ങൾ ഇപ്പോൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. കാലം മാറുന്നതനുസരിച്ച് കേരളം മാറുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല, മാറിയിട്ടുണ്ട്. പക്ഷേ പരിപൂർണമായി മാറിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും വലിയ ഒരു ശതമാനം ആളുകളും മനസ്സും മാറേണ്ടതായിരിക്കുന്നു. എന്നാൽ മാത്രമാണ് കേരളം ഇനിയും മുന്നോട്ടുള്ള യാത്രയിൽ ഏറ്റവും ശക്തമായ ഒരു സംസ്ഥാനമായി മാറുവാനുള്ള ഒരവസരം ഉണ്ടാവുകയുള്ളൂ എന്നുകൂടി ഈ വേളയിൽ എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്റായിട്ട് തന്നെയായിരുന്നു കാണുന്നത്. കാരണം സാറ് ഇപ്പോൾ തുടങ്ങി വെച്ചത് പിതാവിൻ്റെ സ്മരണയോട് കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വളരെ മനോഹരമായൊരു പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്, ദ ലോൺ വാരിയർ. സ്വന്തമായി പോരാട്ടത്തിലൂടെ ഇന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയൊരു എഡ്യൂക്കേഷൻ പ്രസ്ഥാനം ബിൽഡ് ചെയ്യുന്നു. ഏകദേശം 28 കോളേജുകൾ. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു, ഹി വാസ് എ വിഷണറി, ഒരു വലിയ ദാർശനികനായിരുന്നു. ഒരു ഗ്രാമത്തിൽ അത്യാധുനികമായ സംവിധാനത്തോടു കൂടി ഒരു കോളേജ് സ്ഥാപിക്കുക, പല കോളേജുകൾ സ്ഥാപിക്കുക, അതും വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ വിഷൻ എന്ന വാക്ക് എന്തായിരുന്നു ആ വലിയ വിഷൻ? ആ വിഷൻ എങ്ങനെയാണ് അഡ്വക്കേറ്റ് കൃഷ്ണദാസിനെ സ്വാധീനിച്ചിട്ടുള്ളത്? അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ മക്കൾക്ക് പറഞ്ഞു തന്ന ഏറ്റവും വലിയ പാഠമെന്ന് പറയുന്നത് ജീവിതത്തിൽ അച്ചടക്കം വേണം. ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ ആ കാര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെക്കുറിച്ച് വളരെ ആഴത്തിൽ പഠനം നടത്തിയിട്ട് അതിലേക്ക് ഇറങ്ങാവൂ എന്നുള്ളതാണ്. അത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങൾ ഇന്ന് അങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു പുതിയ മേഖലയിലേക്ക് കടക്കുമ്പോൾ അത് എവിടെയൊക്കെ അതിനോട് സംബന്ധിച്ചുള്ള കാര്യങ്ങളുണ്ട്, മറ്റെവിടെയെങ്കിലും ഇത്തരം സ്ഥാപനങ്ങളുണ്ടോ, അവിടെ എന്താണ് നടക്കുന്നത്, ഇനി അതിനേക്കാൾ മെച്ചപ്പെട്ട് എന്ത് നമുക്ക് ചെയ്യാൻ കഴിയും, ഇത്തരം ഒരു ബേസിക്കായിട്ടുള്ള ഒരു പ്ലാനിങ് പരിപൂർണമായി നടത്തിയതിന് ശേഷമാണ് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും ഇടപെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് കേരളത്തിലെ ഈ വിദ്യാഭ്യാസ രംഗത്ത് ഇത്രയും സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഈ സ്ഥാപനങ്ങളെല്ലാം നെഹ്റു ഗ്രൂപ്പിൻ്റെ ഉന്നത നിലവാരത്തിൽ കൊണ്ടു നടക്കാൻ കഴിയുന്ന അതിൻ്റെ ഹൈ ക്ലാസ് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഇൻഫ്രാസ്ട്രക്ചറും ടെക്നോളജിക്കൽ സപ്പോർട്ടും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥാപനം നമ്മുടെ മനസ്സിൽ ആശയം വരുമ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലുള്ളതിനെ പോയി കാണുകയും അവരുടെ രീതി മനസ്സിലാക്കുകയും പിന്നെ ഏറ്റവും പ്രഗത്ഭരായ ആളുകളുമായി ഇടപഴകി അവരുടെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മറ്റു മേഖലകളുമായുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ ആശയങ്ങളും കടമെടുത്തുകൊണ്ട് എല്ലാം ഇതിനെ സംശീകരിച്ച് തീർച്ചയായും എല്ലാവരുടെയും ആശയം ഒരു ചെറിയ പോയിന്റിലേക്ക് കൊണ്ടുവന്ന് അതിലേറ്റവും മികച്ച രീതിയിൽ അതിനെ കൊണ്ടുവരിക അല്ലെങ്കിൽ അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുക എന്ന് ഇതൊരു ചെയ്തില്ല. അതുകൊണ്ടായിരിക്കാം ഞങ്ങൾ ചെയ്യുന്ന എല്ലാറ്റിനും സക്സസ് ഉണ്ടായിരിക്കുന്നത്. ഒരു ഉദാഹരണത്തിന് ഈ പാലക്കാട് ജില്ലയിലെ വാണിയംകുളം പോലെയുള്ളൊരു സ്ഥലത്ത് 2009 അച്ഛൻ മരിച്ചതിന് ശേഷം ഒരു ആശുപത്രി തുടങ്ങി. ആ ആശുപത്രി അച്ഛൻ്റെ പേരിലാണ് PK ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്. പിന്നീട് അത് 2014 ഒരു മെഡിക്കൽ കോളേജായി മാറ്റുവാൻ സാധിച്ചു. ഇന്നിപ്പോൾ അവിടെ 250 MBBS സീറ്റും 10ഓളം PG ഡിപ്പാർട്ട്മെൻറ്റുകളിൽ PG പ്രോഗ്രാം നടത്തപ്പെടുന്നു. നിത്യവും 1000-ലധികം രോഗികൾ അവിടെ വരികയും അവരുടെ കാര്യങ്ങൾ ചികിത്സ തേടുകയും ചെയ്യുന്നു. അപ്പോൾ അത്തരം ഒരു സംരംഭം, പ്രത്യേകിച്ച് വ്യത്യസ്തമായൊരു മേഖല മെഡിക്കൽ അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് ഞങ്ങളാരും തന്നെ അതിനകത്ത് മുൻപരിചയമുള്ള ആളുകളല്ല. ഇപ്പോൾ എൻ്റെ സിസ്റ്റർ അവർ മാത്രമാണ് അതിനകത്ത് ഒരു ഡോക്ടറായി സേവനമന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ P. തുളസി ഗൈനക്കോളജിസ്റ്റാണ്. അവരുടെ സേവനം അവിടെ ലഭ്യമാണ്. അതുപോലെ തന്നെ ബ്രദർ ഇൻ ലോ ഡോക്ടറാണ്, ജനറൽ മെഡിസിൻ പ്രാക്ടീഷണറാണ്, അദ്ദേഹത്തിൻ്റെ സേവനം അവിടെ ലഭിക്കുന്നു. അതിലുപരി അതെല്ലാം ഈ സ്ഥാപനം തുടങ്ങിയതിന് ശേഷമുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ചാൽ മാത്രമാണ് എന്നെപ്പോലെ അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് ഇത് തുടങ്ങുവാനും ഇത് ഫുൾ ഫ്ലെഡ്ജായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയും. അപ്പോൾ ഏതൊരു സംരംഭം തുടങ്ങുമ്പോഴും എല്ലാവർക്കുമുള്ളൊരു ഉപദേശം അത് കറക്റ്റായി മനസ്സിലാക്കിയിട്ട്, ആരെങ്കിലും പറഞ്ഞു കേട്ട് എന്തെങ്കിലും തുടങ്ങുന്ന രീതിയാവരുത്. അതിനെക്കുറിച്ച് മനസ്സിലാക്കി അത് നമ്മൾക്ക് കൈകാര്യം ചെയ്യുവാനും അത് നല്ല നിലയ്ക്ക് നടത്തുവാനും അതിലെ നൂതനമായ കാര്യങ്ങൾ കൊണ്ടുവരാനും സാധിക്കുമെങ്കിൽ മാത്രമാണ് ഒരു എൻ്റർപ്രണർ, പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളിൽ ഇതിലേക്ക് വരുന്ന ചെറുപ്പക്കാർ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളും ആദ്യം മനസ്സിലാക്കേണ്ടത് അവർ ചെയ്യുന്ന മേഖല പഠിച്ചിട്ട് വേണം ഇറങ്ങാനെന്നുള്ളത്. ഈ ഹൈ പെർഫോമൻസ് മേഖലയിൽ ഇപ്പോൾ അങ്ങ് പറഞ്ഞത് ഒരു ഗോൾഡൻ വേർഡാണ്. 2 വാക്കുകൾ ഉപയോഗിച്ചു. ഒന്ന് ഡിസിപ്ലിൻ, 2 ഡീപ്പ് റിസർച്ച് ഇൻ ദ ഏരിയ. ഇപ്പോൾ ഞാൻ പല ലേഖനങ്ങളിലും അങ്ങ് എഴുതിയത് വായിച്ചിട്ടുണ്ട്. പർപ്പസ്, കാരണം പറഞ്ഞു എൻ്റെ മേഖല ഇപ്പോൾ നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ എഡ്യൂക്കേഷൻ എന്ന മേഖലയിലാണ്. അതാണ് തങ്ങളുടെ മിഷൻ എന്ന് കണ്ടുപിടിച്ച അല്ലെങ്കിൽ അതിൽ തന്നെയാണ് വളരെ കാലങ്ങളായി പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ പർപ്പസോടു കൂടിയാണ് ഞാൻ ജീവിക്കുന്നതെന്ന് അങ്ങ് പറയുമ്പോൾ പല ആളുകൾക്കും ഇന്ന് എന്താണ് പർപ്പസ് എന്നറിയില്ല. അവർ ഈ ലോകത്തിൽ ജീവിക്കുന്നു, അവർ മരിക്കുന്നു, ഒരു ജീവിതകാലം മൊത്തം പർപ്പസ് അറിയാതെ ജീവിക്കുന്ന ആളുകളുണ്ട്. പൊതുവെ പറയാറുണ്ട് മനുഷ്യർ 2 പ്രാവശ്യം ജീവിക്കുന്നുണ്ട് എന്ന്. ഒന്ന് സാധാരണ ജനിച്ച ദിവസം, 2 ഞാൻ എന്തിനാണ് ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്ന നിമിഷം. ആ നിമിഷം മനസ്സിലാക്കണമെങ്കിൽ ഈ ആഴത്തിലുള്ള ഒരു പഠനം ആവശ്യമാണ്, വീക്ഷണം ആവശ്യമാണ്.
ഇനി ആ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ ശക്തമായ ഡിസിപ്ലിൻ ആവശ്യമാണ്. എങ്ങനെയാണ് അങ്ങ് ആ പർപ്പസ് കണ്ടെത്തിയത്? ഒരു വ്യക്തി തൻ്റെ പർപ്പസ് എന്താണ് എന്ന് എങ്ങനെയാണ് കണ്ടെത്താൻ ഇടയാക്കുന്നത്? ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഉണ്ടാവാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് ഏതൊരു വ്യക്തിയാണെങ്കിലും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളിലാണ് അവർ കൈവയ്ക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ജീവിതത്തിന് അടുക്കും ചിട്ടയും ഇല്ലാത്ത ഒരാൾ എന്ത് പ്രവൃത്തി ചെയ്താലും വിജയിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ജീവിതത്തിന് അവനവൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യം ഒരു അടുക്കും ചിട്ടയും കൊണ്ടുവരണം. ഒരു കമ്മിറ്റ്മെൻറ്റ്, ഡിസിപ്ലിൻ, ഒരു സെൽഫ് റെസ്പോൺസിബിലിറ്റി അവനവനുണ്ടെങ്കിൽ മാത്രമാണ് പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അത്തരം ആളുകൾക്ക് മാത്രമാണ് ഒരു കൂട്ടായ്മയിലൂടെ കുറേ ആളുകൾക്ക് നേതൃത്വം കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. നമ്മളൊരിക്കലും ഒരു സെൽഫ് സെൻട്രിക്കായി ഒരു കാര്യം ചെയ്തു തുടങ്ങിയാൽ സക്സസ്ഫുൾ ആവുകയില്ല. അപ്പോൾ ഇതിനകത്ത് ആഗ്രഹമുണ്ടായാൽ മാത്രം പോരാ, ആഗ്രഹം നിറവേറ്റണമെങ്കിൽ അല്ലെങ്കിൽ അവിടെ എത്തിപ്പെടണമെങ്കിൽ നമുക്ക് വലിയൊരു കമ്മിറ്റ്മെൻറ്റും അതിനോടൊരു അഭിരുചി അല്ലെങ്കിൽ പാഷനും വേണം. അതുമാത്രമല്ല, പലർക്കും ഇന്നത്തെ തലമുറയ്ക്ക് പ്രത്യേകിച്ച് ഗോളുകളൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രത്യേകിച്ച് ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാ കുടുംബത്തിലും നമുക്ക് കാണാം വളരെ ഫൈനാൻഷ്യലി സ്റ്റേബിളാണ്. ഒരു 70 to 80% ആളുകൾ. അവർക്കൊന്നും തന്നെ നോക്കാനില്ല, ജീവിക്കാനുള്ള സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളില്ല. അതിൽ വളരെ അപൂർവം ആളുകൾക്കാണ് 2%, 3% ആളുകളാണ് ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്നത്. അത്തരം ആളുകളാണ് ഇന്ന് നാം കാണുന്ന പല സക്സസ്ഫുൾ വെഞ്ചേഴ്സിൻ്റെയും യൂണിക്കോൺസിൻ്റെയും എല്ലാം ഉപജ്ഞാതാക്കൾ. കാരണം അവർക്ക് ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹം എത്തിപ്പിടിക്കുവാനുള്ള അവരുടെ പ്രവൃത്തി അതിനനുസരിച്ച് അവർ സെറ്റ് ചെയ്യും. പക്ഷെ നമുക്കറിയാം, കേരളത്തിൽ ഏറ്റവും പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ ഒരുപാട് ആളുകൾ എല്ലാ സ്കില്ലുമുള്ള ആളുകളാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു കംഫർട്ട് സോണിൽ ചെന്നുപെട്ട പോലെയാണ്. അവർക്ക് ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്നുകൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല. അവരെന്നാണോ കംഫർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് കമ്മിറ്റ്മെൻറ്റോടുകൂടി ഒരു ടൈം മാനേജ്മെൻറ്റോടുകൂടി പ്രവർത്തിക്കാൻ തുടങ്ങുന്നത്, അവരെല്ലാം സക്സസ്ഫുൾ ആവും. കേരളത്തിൽ ഇല്ലാത്തതും അത് തന്നെയാണ്. അതുകൊണ്ടാണ് കേരളത്തിലെ മലയാളികൾ പലപ്പോഴും തന്നെ പല ഭരണാധികാരികളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റു ചിന്തകരായിക്കോട്ടെ അവരെല്ലാം പറയുന്നത്, മലയാളി നന്നാവണമെങ്കിൽ കേരളം വിടണം. മറ്റൊരാളുടെ കീഴിൽ പോയി ഇത്തരം ചിട്ടയും വട്ടങ്ങളും പഠിച്ചാൽ അവർ നന്നാവും. അവർ തിരിച്ചു വന്ന് അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. ആ ഒരു ശൈലി മാറണം. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ രംഗം മുതൽ കുടുംബത്തിലെ സിസ്റ്റം, അതുപോലെ സൊസൈറ്റിയിലെ അന്തരീക്ഷം, ഇതിലെല്ലാം മാറ്റം വരണം. അവിടെ മുതൽ, ആ ചെറിയ കാലം മുതൽ തന്നെ അവരെ സിസ്റ്റമാറ്റിക്കായി അവർക്ക് കാര്യബോധമുള്ള ആളുകളായി വളർത്തുവാനും പല കാര്യങ്ങളിലും ഇടപെടുവാനുള്ള അവസരം കൊടുക്കുകയും അവർക്ക് സമൂഹത്തിനോടൊരു പ്രത്യേക പ്രതിബദ്ധതയും അല്ലെങ്കിൽ ഒരു താല്പര്യവും ഉണർത്തുന്ന രീതിയിൽ ജീവിക്കാനുള്ള അവസരം കൊടുക്കുകയും മറ്റാളുകളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ മാത്രമാണ് ഇവർ ഏത് സാഹചര്യത്തിലും അജയ്യരായി നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഞാനൊരു സെൽഫ് സെൻട്രിക്കായി എൻ്റെ സന്തോഷം മാത്രം എന്ന് വിശ്വസിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും സക്സസ്ഫുൾ ആവാൻ കഴിയുകയില്ല. ഇതായിരിക്കണം പല ആളുകളുടെയും പരാജയത്തിൻ്റെ കാരണം. ഇതിലൊരു മാറ്റം വന്നാൽ കേരളത്തിലെ ഈ ചെറുപ്പക്കാർ, പ്രത്യേകിച്ച് ഇന്നത്തെ തലമുറ, അവർക്ക് വലിയ വിജയങ്ങൾ കൊയ്യാൻ കഴിയും. അപ്പോൾ ആ ഒരു സന്ദേശം അല്ലെങ്കിൽ ആ ഒരു തിരിച്ചറിവ് അവർക്ക് ഉണ്ടാവണം. അതിനു വേണ്ടിയുള്ളൊരു പ്രവർത്തനമായിരിക്കണം ഇനിയുള്ള ആളുകൾ, പ്രത്യേകിച്ച് കോളേജുകളും സ്കൂളുകളിലും എല്ലാം വേണ്ടത് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതിശക്തമായൊരു മോട്ടിവേഷനാണ് ഇപ്പോൾ നമ്മൾ വ്യൂവേഴ്സ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ശക്തമായ ഗോൾ വേണം, പർപ്പസ് വേണം, ഡിസിപ്ലിൻ വേണം. ഇപ്പോൾ PK ദാസ് സാറിൻ്റെ പുസ്തകത്തിലും ഈ ഡിസിപ്ലിനെ കുറിച്ചും, ശക്തമായ ഡിസിപ്ലിനറിയൻ ആയിരുന്നു മക്കളുടെ അടുത്താണെങ്കിലും. കാരണം ഞാൻ വായിച്ചിട്ടുണ്ട്, കോളേജിൽ ആയിരുന്നപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചതും ഉത്സവത്തിന് ഒരു കട നടത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം ഡിസിപ്ലിൻ ചെയ്തതും, സ്വന്തം സ്ഥാപനത്തിൽ മക്കളെ ജോലി ചെയ്തൊരു എംപ്ലോയി എങ്ങനെയായിരിക്കണമെന്ന പോലെ പരസ്യമായി ഡിസിപ്ലിൻ ചെയ്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സക്സസിൻ്റെ മന്ത്രയാണ്. പക്ഷെ ഇന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നം, ഡിസിപ്ലിൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻസിയാണ്. ആൾക്ക് ഇൻറ്റൻസിറ്റി ഉണ്ട്. ഒരു കാര്യം 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ മൺഡേ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ ഞാൻ സാറ് പലപ്പോഴും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും കൃത്യം 6 മണിക്ക് എല്ലാ എംപ്ലോയീസിനും എല്ലാ ദിവസവും മുടങ്ങാതെ മോട്ടിവേഷണൽ മെസ്സേജ് അയക്കുന്ന ഒരു ഫൗണ്ടർ, ഒരു ചെയർമാൻ. ആ മെസ്സേജുകൾ പലരും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇന്നെൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നത്തിനുള്ള ഉത്തരമായിരുന്നു എൻ്റെ ചെയർമാൻ്റെ മെസ്സേജ് എന്ന്. ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടതാണല്ലോ. എങ്ങനെയായിരിക്കും ഒരു വ്യക്തി കൺസിസ്റ്റൻ്റായ ഒരു കാര്യം ചെയ്യേണ്ടത്? ഇപ്പോൾ യങ്സ്റ്റീൻ പറഞ്ഞ കാര്യമാണ്, കോമ്പൗണ്ടിങ് ഇഫക്റ്റ് ഈസ് ദ 8th വണ്ടർ. 8ാമത്തെ അത്ഭുതം എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെ കൺസിസ്റ്റൻ്റായി കുറേ നാൾ ചെയ്യുന്നവർക്ക് വിജയിക്കാൻ സാധിക്കുന്നത്. പക്ഷേ പല ആളുകൾക്കും അത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഒരു ദിവസം കഴിയുന്നു, 2 ദിവസം കഴിയുന്നു, 3-ാം ദിവസം അത് സ്റ്റോപ്പ് ചെയ്യുന്നു. അല്ലെങ്കിൽ പറയും 1-ാം തീയതി ചെയ്യാം, അടുത്ത വർഷം ആദ്യം ചെയ്യാം, എൻ്റെ ബർത്ത്ഡേക്ക് ചെയ്യാം.
എങ്ങനെയാണ് ആ ഒരു സെൽഫ് മോട്ടിവേഷൻ ആ പാഷനിലൂടെ നിലനിർത്താൻ സാധിക്കുന്നത്? അതിന് എന്ത് മന്ത്രമാണ് നമുക്ക് വ്യൂവേഴ്സിന് കൊടുക്കാൻ സാധിക്കും? ഇതിന് വളരെ ലളിതമായി പറഞ്ഞാൽ നമ്മുടെ പഴഞ്ചൊല്ലുകൾ അല്ലെങ്കിൽ പഴയ ആളുകൾ പറയുന്നൊരു കാര്യമുണ്ട്, ചൊട്ടയിലെ ശീല ചുടല വരെ എന്ന് പറയുന്ന പോലെ നമ്മൾ ചെറുപ്പത്തിൽ എന്താണോ ശീലിച്ചു വന്ന് നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ കഴിയും. ഇൻ ബിറ്റ്വീൻ നമ്മളൊരു പുതിയ ശീലം നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ അത് വളരെ ആത്മാർത്ഥതയോടുകൂടി തീവ്രതയോടുകൂടി അതിനെ നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. പല ആളുകൾക്കും ഈ രണ്ടുമില്ല. ചെറുപ്പത്തിലും അത്തരമൊരു ശീലമില്ല, പിന്നീട് വരുന്ന സാഹചര്യങ്ങളും അത്തരമൊരു സാഹചര്യത്തിൽ അവരത് ഏറ്റെടുക്കാനും തയ്യാറില്ല. കാരണം ഏതൊരു ഇൻഡിവിജ്വലിനും അല്ലെങ്കിൽ ഏതൊരാൾക്കും അഡാപ്റ്റബിലിറ്റി, ഏത് സിറ്റുവേഷനും അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കിൽ അല്ലെങ്കിൽ ഒരു മനസ്സുണ്ടെങ്കിൽ ഈ പറയുന്ന പ്രശ്നത്തിന് ഉത്തരമായി. അതില്ലാത്തതാണ് നമ്മുടെ എല്ലാ ആളുകൾക്കുമുള്ള പ്രശ്നം. നമ്മൾ മാറുന്ന സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് മാറുവാൻ നമ്മൾ തയ്യാറാവണം. ഇപ്പോൾ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുകയാൽ ഇപ്പോൾ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും വാദോരായി സംസാരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ കുറിച്ചാണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് 70% ആളുകൾക്ക് ജോലി നഷ്ടപ്പെടുമെന്ന് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി 2016-17 കാലഘട്ടത്തിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷെ അന്ന് അതിനെക്കുറിച്ച് ആരും കാര്യമായി ചർച്ച ചെയ്തില്ല. കാരണം ജോലി നഷ്ടപ്പെടുകയല്ല, സത്യത്തിൽ അവിടെ നഷ്ടപ്പെടുകയല്ല. ആ ഒരു ടെക്നോളജി അഡാപ്റ്റ് ചെയ്യാനുള്ള മൈൻഡ് സെറ്റും സ്കില്ലുള്ള ആളുകൾ നിലനിന്ന് പോവുകയും അവർ കൂടുതൽ ഉയരങ്ങളിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ ഇത് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഞാനതിന് മെനക്കെടില്ല എന്ന് ചിന്തിക്കുന്ന ആളുകളുടെയാണ് ഈ ദുരവസ്ഥ ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ ജോലി പോയിട്ട് അവരുടെ ഒരു കാര്യങ്ങളും നഷ്ടപ്പെടില്ല. പ്രൊഡക്ടിവിറ്റി കൂടും, ക്രിയേറ്റിവിറ്റി കൂടും. നാം ഒരു 6 മാസം കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു പക്ഷേ 1 മാസം കൊണ്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഹ്യൂമൻലി പോസിബിളായ കാര്യങ്ങൾ ഒരിക്കലും തന്നെ ഒരു കമ്പ്യൂട്ടറിനോ അല്ലെങ്കിൽ ഒരു കോഡിങ്ങിനോ അത്തരം ലാംഗ്വേജുകൾക്കോ ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിലത് എറേഴ്സ് ഉണ്ട്. ആ എറേഴ്സ് റെക്ടിഫൈ ചെയ്യാനുള്ള സ്കില്ലെങ്കിലും നമുക്ക് വേണം. അപ്പോൾ ഒരു അഡാപ്റ്റബിലിറ്റി ഉള്ള ഒരാൾക്ക് മാത്രമാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സൊസൈറ്റിയിൽ ഈ അഡാപ്റ്റബിലിറ്റി ആ ചേഞ്ചിനെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു സ്കില്ലുള്ള ആളുകൾക്ക് മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ബേസിക് ആയിട്ടുള്ളൊരു തിയറി. ആ 2 വാക്കുകൾ കൂടി നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. ഒന്ന് സ്കിൽ, 2 അഡാപ്റ്റബിലിറ്റി. സ്കില്ല് എസ്പെഷ്യലി സ്കില്ലുള്ളവർക്ക് മാത്രമേ സക്സസ്ഫുൾ ആകാൻ സാധിക്കുകയുള്ളൂ. ഏത് സ്കില്ലാണോ ആ മേഖല എക്സ്പേർട്ട് ആകുക. 2 ഏത് സ്ഥലത്താണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും അവിടുത്തെ സിറ്റുവേഷനും അഡോപ്റ്റായി പോകാൻ സാധിക്കുക. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്നപ്പോൾ ഒരു വാക്ക് എൻ്റെ ശ്രദ്ധയിൽ പെട്ടെന്ന് കടന്നു വന്നത് പരാജയം എന്നൊരു വാക്ക് അങ്ങ് ഉപയോഗിച്ചിരുന്നു. പരാജയങ്ങൾ എങ്ങനെ നേരിടാൻ സാധിക്കും? അപ്പോൾ നമ്മൾ പൊതുവെ പറയാറുണ്ട്, ഇഫ് യു ആർ നോട്ട് ഫെയിൽ ദാറ്റ് മീൻസ് യു ഹാവ് നോട്ട് ഡൺ എനിത്തിങ്. നിങ്ങൾ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ജീവിതത്തിൽ ഒന്നിനും ശ്രമിച്ചിട്ടില്ല എന്ന്. PK ദാസ് സാറിൻ്റെ വളരെ പ്രശസ്തമായൊരു കോട്ട് ഞാൻ ആ പുസ്തകത്തിൻ്റെ ബാക്കിൽ വായിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ കൈ പിടിക്കും, നിങ്ങൾ നടക്കുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൈപിടിക്കില്ല, നിങ്ങളെ കൈപിടിയും. എന്ന് പറഞ്ഞാൽ നിങ്ങൾ നടക്കുക, വീണോട്ടെ, ഞാൻ കൈപിടിക്കാം. നിങ്ങൾ നടക്കുന്നില്ലെങ്കിൽ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ ഞാൻ ഉണ്ടാകില്ല എന്നതാണ്. നമുക്ക് ഈ പരാജയങ്ങൾ സാറിന് ഉണ്ടായിട്ടുണ്ടാകും തീർച്ചയായിട്ടും. അത്തരം പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പരാജയങ്ങളിലൂടെ എന്താണ് നമുക്ക് പഠിക്കാൻ സാധിച്ചത്? അതുമായി ബന്ധപ്പെട്ട് ഒരു ഇൻസൈറ്റ് നൽകാൻ സാധിക്കുമോ? ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയങ്ങളും തിരിച്ചടിയും നേരിട്ട ഒരാളാണ് ഞാൻ. ഒരുപാട് പ്രശ്നങ്ങൾ, ചെറിയ പ്രശ്നങ്ങളൊന്നുമല്ല. ഒരു മനുഷ്യായുസ്സിൽ ഒരാൾ നേരിടാൻ പാടില്ലാത്തത്ര അധികം പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന മാനസിക പ്രശ്നങ്ങൾ, അതുകൊണ്ടുണ്ടാവുന്ന റെപ്യൂട്ടേഷൻ സ്പോയിലിംഗ്, അങ്ങനെ കുടുംബജീവിതത്തിലുള്ള പ്രശ്നം എല്ലാം തന്നെ ചില കാലഘട്ടങ്ങളിൽ എന്നെ വേട്ടയാടിയിട്ടുണ്ട്. അതെല്ലാം പിന്നീട് ഞാൻ തിരിഞ്ഞ് അനലൈസ് ചെയ്യുമ്പോൾ അത് ഈ പറയുന്ന ഇത്രയും കൃത്യമായി വളർന്നിട്ട് പോലും ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുമ്പോൾ സ്പോണ്ടേനിയസ് ആയിട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റായി പോകുന്നതിൻ്റെയാണ്. അപ്പോൾ ഒരു മെച്യൂരിറ്റി എന്ന് പറയുന്ന ഒരു എലിമെൻറ്റ് ഒരു മനുഷ്യനെ സംബന്ധിച്ച്, അത് ചെറുപ്പക്കാരായാലും പ്രായമുള്ള ആളുകളാണെങ്കിലും, ഒരു മെച്യൂരിറ്റി ലെവലിൽ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. പിന്നെ ഒരു മാനേജ്മെൻറ്റ് പഠിച്ചൊരു വ്യക്തി എന്ന നിലയ്ക്ക് മറ്റൊരു കാര്യം എനിക്ക് പറയുവാനുള്ളത്, ഏത് തീരുമാനം അവസാനമായി എടുക്കുന്നതിന് മുന്നേ ആ പറയുന്ന ആളെ കേൾക്കുവാനും അതിൽ ശരിയുണ്ടോ തെറ്റുണ്ടോ നമ്മൾ അനലൈസ് ചെയ്യുകയും കുറച്ച് സമയം നമ്മൾ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ പലപ്പോഴും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഡിസിഷൻസും സ്പോണ്ടേനിയസ് ആയിട്ടുള്ള റിയാക്ഷൻസും കാരണമാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. എനിക്കും അത്തരം പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പഠിച്ച ഏറ്റവും വലിയ പാഠം, എൻ്റെ അച്ഛൻ പണ്ട് മുതലേ പറയുന്നൊരു കാര്യമാണ്, ഒരിക്കലും ഉടൻ തീരുമാനങ്ങൾ എടുക്കരുത്.
നല്ല കേൾവിക്കാരനാവുക, പേഷ്യൻ്റ് ലിസണർ ആവുക, അതിനുശേഷം അനലൈസ് ചെയ്യുക, വേണമെങ്കിൽ ഒരു അഡ്വൈസ് വേറെ ആളോട് ചോദിക്കുക. ഒരു തീരുമാനമെടുക്കുന്നതിന് മുന്നേ നമ്മളോട് വന്ന് ആവശ്യപ്പെടുന്ന ആളോട് തന്നെ അവർ പറയുന്നത് കേട്ടിട്ട് അവരുടെ അഡ്വൈസ് അല്ലെങ്കിൽ അവരുടെ ഒരു സജഷൻസും കൂടെ നമ്മൾ കേൾക്കണം. എന്നിട്ട് നമ്മൾ മറ്റാളുകളോടും കൂടെ സംവാദിച്ചതിന് ശേഷം നമുക്ക് സ്വയമായിട്ടൊരു തീരുമാനമെടുക്കാം. ഇതെല്ലാം കേട്ടതിന് ശേഷം പലപ്പോഴും പലരുടെയും പ്രശ്നം സ്വയം തീരുമാനിക്കും, മറ്റാളുകൾ പറയുന്നത് കേൾക്കാൻ തയ്യാറാവില്ല, അതും വളരെ ഇൻസ്റ്റൻ്റായി സ്പോണ്ടേനിയസ് ആയിട്ട് തീരുമാനിക്കും, അത് പരാജയത്തിലേക്ക് നയിക്കപ്പെടും. ഇത് വലിയൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ അച്ഛൻ പറയുന്ന, നേരത്തെ പറഞ്ഞതിലൊരു ചെറിയ കാര്യം, ഓടുന്ന ആളുകൾക്ക് അച്ഛൻ കൈ കൊടുക്കാൻ വളരെ സന്തോഷമുള്ളതാണ്, വീണ് കിടക്കുന്ന ആളുകളെ കൈപിടിച്ചുയർത്താനും അദ്ദേഹത്തിന് ഇഷ്ടമാണ്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ മടിയനായി അലസനായി ഉള്ള ഒരാൾ ഒരിക്കലും സഹായിക്കാൻ തയ്യാറല്ല. ആ ഒരു പോളിസി തന്നെയാണ് ഇന്നും ഞങ്ങൾ ഉൾപ്പെടെ എൻ്റെ കുടുംബത്തിലെല്ലാവരും പാലിച്ചു പോരുന്നു. കൂടെ നടന്നാൽ മാത്രം പോരാ, ഓടുമ്പോൾ കൂടെ ഓടണം. അതിൽ വീഴ്ചകളുണ്ടെങ്കിൽ ആ വീഴ്ച തിരുത്തുവാനും അത് കറക്റ്റ് ചെയ്യാനും കൈപിടിച്ചുയർത്താനും ഞങ്ങൾ തയ്യാറാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ മനസ്സ് വളരെ സന്തോഷത്തോടുകൂടി പ്രവർത്തിക്കുന്ന കാലം എത്രയുണ്ടോ ആ കാലഘട്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മൾ സങ്കടപ്പെട്ട് അയ്യോ ഇന്നിത് ചെയ്യണമല്ലോ, ഇതെൻ്റെ ജോലിയല്ലേ എന്ന് ചിന്തിച്ചാൽ നമ്മൾ പരാജയത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴും. അപ്പോൾ വെൻ വി ഡു സംതിങ് വി ഹാവ് ടു ഡു ഇറ്റ് ഇൻ എ ഹാപ്പി മൂഡ്. സന്തോഷത്തോടുകൂടി ചെയ്യുക. അത് എന്താണെങ്കിലും അവർക്ക് സക്സസ് ഉണ്ടാവും, അവർക്ക് സമൂഹത്തിനെ നയിക്കാൻ പറ്റും, അവർ ലീഡർഷിപ്പ് ഉള്ള ആളുകളായിരിക്കും, അവർക്ക് മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണാൻ കഴിയും, അവരിലൂടെ പലർക്കും പലതരത്തിലുള്ള സൗഭാഗ്യങ്ങളും നേടിക്കൊടുക്കുവാനും സാധിക്കും. അതായിരിക്കണം ഏതൊരു മനുഷ്യൻ്റെയും വലിയ ഒരു എന്താ പറയുക കൈമുതൽ. അതായാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നമുക്ക് എത്തുവാനും സാധിക്കുകയുള്ളൂ.